കള്ളത്തരം പറയുന്നോടാ നിഷേധി. ഇവിടെ മാമ്പള്ളി എവിടെയെന്ന്? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയുവോ? നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധിപ്രകാരം. പറയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ടിറങ്ങുക. സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. 1045 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു കുളിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുണ്ടല്ലോ ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ശ്രീ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ച് മാതി പറഞ്ഞേ? സുഭദ്രാമച്ചി ഉണ്ണിമാമയെ പോലെ വീണ്ടും സംസാരിക്കുന്നു. ഹലോ, എയർപോർട്ടല്ലേ? ഉണ്ണികൃഷ്ണനാ? കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ പറയണത് മനസ്സിലാക്കണോ ആദ്യം? ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണനാ. ഒക്കെ മനസ്സിലായി. ഫോണിങ്ങോട്ട് വെക്ക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. ഇഷ്ടമെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കിയില്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ? സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. വാസുപതി, നിനക്ക് ഇത്തിരി കൂടുതലുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കേ, ഈ മരുന്നങ്ങോട്ട് കുടിക്ക. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ എന്റെ ആതിരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്കാ. ഓപ്പളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. പറഞ്ഞില്ലേ? എന്താ ഉണ്ണി കാണിക്കണേ? അച്ഛനല്ലേ പറയുന്നേ? ഇതങ്ങോട്ട് കുടിക്ക. വളർന്നേ. അകത്തുകൊണ്ടേ കിടത്തിക്കോളൂ. വസുമതി കൂടെ തന്നെ ഉണ്ടാവണം. കൊണ്ടുപോയിക്കോളൂ. ഇത് തന്നെയല്ലേ സ്ഥലം? അതെ. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വേണ്ട, നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അടുത്ത ആഴ്ച വന്ന് വൈദ്യരെ കണ്ടാ മതി. ശരി. ഇവിടെ ഹരിപ്രസാദ് എന്നൊരാളുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കാണാൻ പറ്റും? വിളിക്കാം. താനല്ലേ ഹരിപ്രസാദ്? അതെ. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്താ? ജയദേവൻ എവിടെ ഉണ്ട്? ജയദേവനോ? ഏത് ജയദേവൻ? എന്താ അറിയില്ലേ? പാണത്തിപ്പറമ്പിൽ സുകുമാരൻ നായരുടെ മകൻ ഹരിപ്രസാദ് അല്ലേ നീ? അതെ. അപ്പൊ നീ ജയദേവനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നീ അവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഓ, ജയദേവ ശർമ്മയുടെ കാര്യമാണോ പറയുന്നത്?
അതെ. അവൻ നാട്ടിലില്ലേ? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2-3 കൊല്ലമായി. ഇടക്ക് കത്തയക്കുമായിരുന്നു. 1 കൊല്ലമായിട്ട് അതുമില്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ കണക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാ. ഓ, അവനെ കണ്ട പറഞ്ഞേക്ക് ഭാർഗവനും രാഘവനും അന്വേഷിച്ച് വന്നിരുന്നെന്ന്. എന്നിട്ട് അവന്മാരെ എങ്ങോട്ടാ പോയത്? അതെനിക്കറിയില്ല. ഫാർമസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ ആവശ്യമില്ലാതെ പല വഴിയും ചുറ്റി. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോന്നായിരുന്നു പേടി. എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്കും ഞാനൊരു ശല്യമായി അല്ലേ? ഈടാ, ഞാൻ അതല്ല പറഞ്ഞത്. അവന്മാർ ഏത് സമയത്ത് ഇവിടെ എത്താം. നീ ഇനി ഇവിടെ തങ്ങുന്ന അത്ര സുരക്ഷിതമല്ല. ഞാനിനി എങ്ങോട്ടാടാ പോണ്ടത്? നീ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. ഈശ്വരാ, അവന്മാരായിരിക്കും. മാമ്പുല്യാശനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ, എന്താ ചൂട്! ഓ, അതെ അതെ. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ, അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്കാ. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ, ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണ്. അപ്പൊ വിവാഹം ഒരിക്കല് കഴിച്ചതാ. പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും. പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് എങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്തൊട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ 2 കൊല്ലം പോയി. പിന്നെ അവളും പോയി. എന്റെ ശിഷ്യൻ ഒരുത്തനുണ്ടായിരുന്നു, അവന്റെ കൂടെ. ദേ, ഇയാള് വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? ഓ, ഇരിക്കാൻ സമ്മതിക്കൂല. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ? അളവ് കൃത്യായിരിക്കും. ജയദേവൻ എങ്ങനെയാ? പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും. ഇങ്ങോട്ട് എടുക്ക. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതീ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരല് കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്ക. എന്റെ പറച്ചിനിക്കട മുത്തപ്പ, മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കിൽ എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ. നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. എന്തോ വാതിൽ തുറക്കണോ? പോയി ആര്? നമ്മുടെ പ്രേമദാസ്. അവനോട് പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് ഈ കത്തപ്പ കിട്ടി? വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരു അനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പില്. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. എന്റെ പറച്ചെടുക്കണ്ട മുത്തപ്പ. ഹരിപ്രസാദേ, മെഴുകുതിരി എടുത്തോളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. തൊഴുതോളൂ. മനസ്സിന് ശക്തി തരാൻ പ്രാർത്ഥിച്ചോളൂ. ഗുരുവേ നമഃ. വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്കെഴുതി നീ പണമെടുത്തതെന്ന് എനിക്കറിയാം. ആ പാസരമുള്ള കാലിലളിയിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോടാ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളുടെ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കും.
പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ ആരും പേടിക്കണ്ട. ഐ ആം റിയലി ഹാപ്പി. നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? സംശയം ഉണ്ടോ? നോക്കിയേ. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ, പ്രേമദാസൻ. ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റുമോ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം അവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ? ആതിരമോട്ടെ. ഗൾഫിൽ നിന്ന് ഒരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെറുക്കനല്ലേ? അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ. പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. 6ാം പിറന്നാളിന്റെ അന്ന് അച്ഛനും പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നമൊന്ന് അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടുവൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം ഒന്ന് ഇരുത്തി മൂളിയ വൈദ്യര് ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുടിയെന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ. പിന്നെ വന്നത് സമാധിയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിഷ്യ. എന്നാൽ അയാളെ വിളിക്ക്. തോട വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം? അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്ത വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബിയോ? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. ഒന്നും വന്നേ. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു താവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അപകടമാവൂലേ? ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. മാത്രമല്ല, അവിടെ ചെന്ന് പറ്റിയ പിന്നെ നിനക്ക് ആതിരെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ അനന്തനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാലും എന്റെ ഹരി, ഞാൻ കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ വൈദ്യര് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാലുടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? മറ്റന്നാള്. മറ്റന്നാളോ? അന്നാണ് ആതിരമോളുടെ പിറന്നാള്. ധനുമാസത്തിലെ തിരുവാതിര. പുലർകാലേ ചടങ്ങുകൾ തുടങ്ങായി.